നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും വികസനത്തിന് മുൻഗണന നൽകി വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. സ്വകാര്യ ബസ്സുകൾക്ക് നികുതി ഇളവ്. സംസ്ഥാന ബജറ്റിൽ തൃശൂർ ജില്ലയ്ക്കും പരിഗണന. തൃശൂർ തേക്കിൻകാട് മൈതാനം നവീകരിക്കാൻ 10 കോടി രൂപ അനുവദിച്ചു. തൃശൂരിൽ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ സംഗീത അക്കാദമിക്ക് 5 കോടി. ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ചെറുതുരുത്തി നെടുമ്പുര സ്വദേശികളായ 3 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാര്യയെ മർദ്ദിച്ച കേസിൽ ബി.ജെ.പി. തൃശൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ എ.ആർ. ശ്രീകുമാർ രാജിവെച്ചു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാണ് രാജിക്കത്തയച്ചത്. ജില്ലയിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി പഴയ കെട്ടിടങ്ങൾ. തൃശൂർ കോർപ്പറേഷനിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയില്ല. ഒരുമനയൂരിൽ കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഒരുമനയൂർ തൈക്കടവ് സ്വദേശി മാളിയേക്കൽ 55 വയസ്സുള്ള നൌഷാദാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ എറിയാട് ബൈക്കിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എറിയാട് ചേരമാൻ ജംഗ്ഷനു സമീപം കോമു റോഡിൽ താമസിക്കുന്ന എടവനക്കാട് സ്വദേശി കുട്ടേപ്പടി വീട്ടിൽ 44 വയസ്സുള്ള നിസാറാണ് മരിച്ചത്. മാണ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കെ.എസ്.ആർ.ടി.സി. ബസ്സുകൾ ദീർഘനേരം നിർത്തിയിടുന്നതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ. സ്ത്രീകൾക്ക് സൌജന്യയാത്ര തുടങ്ങിയത് തിരിച്ചടിയായതിന് പിന്നാലെയാണ് ദീർഘനേരം നിർത്തിയിടുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്ന നിലയിലേക്ക് മാറുന്നുവെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചത്. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് കാട്ടാന ശല്യം രൂക്ഷം. കുട്ടിയാന ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ മേഖലയിലിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ 56ാം ജന്മദിനം കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. നടത്തറ വലക്കാവ് വഴി പീച്ചി വരെ കെ.എസ്.ആർ.ടി.സി. ബസ് റൂട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ.എസ്.ആർ.ടി.സി. സൂപ്രണ്ടിന് നിവേദനം നൽകി. നടത്തറ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത് ചാക്കോയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മെമ്പർമാരാണ് നിവേദനം നൽകിയത്. ആരോഗ്യമേഖലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്ന് ആരോപിച്ച് സിപിഎം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും തൃശൂരിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. മലബാറിലെ ആചാര കലാരൂപമായ പാനയുടെ പ്രമുഖ ആചാര്യനും വാദ്യകലാകാരനുമായ ആലംകോട് ഇല്ലത്തവളപ്പിൽ ഗംഗാധരൻ നായർ അന്തരിച്ചു. പെരുമുക്ക് കാരക്കാട് ഭഗവതി ക്ഷേത്രം, ശുഗപുരം കുളങ്കര ഭഗവതി ക്ഷേത്രം തുടങ്ങിയ അപൂർവ ക്ഷേത്രങ്ങളിൽ പാന വഴിപാടിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളായിരുന്നു ഗംഗാധരൻ നായർ. ജോൺസൺ മാസ്റ്ററുടെ സ്മരണാർത്ഥം തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തെ ജോൺസൺ ഫൌണ്ടേഷൻ സ്വാഗതം ചെയ്തു. നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി എന്ന നിലയിൽ യാഥാർത്ഥ്യമാക്കിയ വി.ഡി. സതീശന്റെ നടപടി പ്രശംസനീയമാണെന്ന് ഫൌണ്ടേഷൻ ചെയർമാൻ എം.പി. വിൻസെന്റും കൺവീനർ ഔസേപ്പച്ചനും അഭിപ്രായപ്പെട്ടു. വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ വാടാനപ്പള്ളി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 11-ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം.എൽ.എ. നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം, വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകൾക്ക് ആദരവ് എന്നിവയും നടക്കും. തൃപ്രയാർ ശ്രീരാമവിലാസ് യു.പി. സ്കൂളിൽ വായനാ വാരാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും യുവകവി സിയാദ് എം ഷംസുദ്ദീൻ നിർവഹിച്ചു. പി.ടി.എ. പ്രസിഡന്റ് സിജ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വഞ്ചന എന്ന് തെളിയിക്കുന്നതാണ് ബജറ്റെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ബജറ്റിൽ വിസ്മയമുണ്ടായില്ലെന്നും മുൻപ് പറഞ്ഞത് യു.ഡി.എഫ് വിസ്മരിച്ചതായും എൽ.ഡി.എഫിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല യു.ഡി.എഫ് എന്നും കൃഷ്ണദാസ്. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വായനാ പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കം. പെരിഞ്ഞനം ഗവൺമെന്റ് യു.പി. സ്കൂളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ പി.എസ്. റഫീഖ് നിർവഹിച്ചു. രാജിവെച്ച ബി.ജെ.പി. തൃശൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ എ.ആർ. ശ്രീകുമാറിന് മുൻകൂർ ജാമ്യം. തൃശൂർ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകിയത്.
KPCC വിചാർ വിഭാഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാലചന്ദ്രൻ വടക്കെടുത്ത് സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ ഡോക്ടർ MN കാരശ്ശേരിക്ക് സമ്മാനിക്കും. ചൊവ്വാഴ്ച തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പുരസ്കാരം സമ്മാനിക്കും. കേരള യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ഭവനൻ സെക്യുലർ അവാർഡിന് കവി കുരീപ്പുഴ ശ്രീകുമാർ അർഹനായി. ഞായറാഴ്ച തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന പവനൻ അനുസ്മരണ സമ്മേളനത്തിൽ K. രാധാകൃഷ്ണൻ MP പുരസ്കാരം സമ്മാനിക്കും. വായനാ ദിനത്തോടനുബന്ധിച്ച് ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തൃശൂർ പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചെറിയ പുസ്തകങ്ങളുടെ പ്രകാശനം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി പ്രൊഫസർ ജോൺ സിറിയക്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ ലിസി ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് പുതൂർക്കര APLPS-ൽ പുസ്തകത്തൊട്ടിൽ എന്ന പുസ്തക സമാഹരണ യജ്ഞം ആരംഭിച്ചു. വായനാ പത്രികയുടെ പ്രകാശനം തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു നിർവഹിച്ചു. ലയൺസ് ക്ലബ് 318D നേതൃത്വത്തിൽ കൃത്രിമ കാലുകൾ നിർമ്മിക്കുന്ന അത്യാധുനിക ആർട്ടിഫിഷ്യൽ ലിം സെന്റർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 6-ന് ലയൺസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. ഏനാമാക്കൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. കവി സുഗതൻ വെങ്കിടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുറ്റിച്ചോർ ALP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റ് തൊഴിലാളി വിരുദ്ധമെന്നാരോപിച്ച് CITU മണലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ ഉദ്ഘാടനം ചെയ്തു. വീടില്ലാത്തവർക്ക് വീട് എന്ന ആശയവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ഹോം ഫോർ എവ്രിവൺ എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ആദ്യഘട്ടത്തിൽ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലും വീടില്ലാത്ത ഓരോ കുടുംബത്തിന് പദ്ധതിയിലൂടെ വീട് വച്ചു നൽകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ബെനിഫിഷ്യറീസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഗുണഭോക്താക്കളുടെ മഹാസമ്മേളനം സംഘടിപ്പിക്കും. ഈ മാസം 25-ന് ടൗൺ ഹാളിൽ ഗുണഭോക്താക്കളുടെ മഹാസമ്മേളനവും അംഗത്വ വിതരണവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിന്നും 1 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ നഗരസഭയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇരിങ്ങാലക്കുട DVSP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. തൃശൂർ സെന്റ് തോമസ് തോപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ PJ ജോഫി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിജോ ജോസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുകയും പുസ്തകങ്ങളുടെ പ്രാധാന്യം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിനായി വടക്കേമഠം ബ്രഹ്മസ്വം വേദപാഠശാലയിൽ വായനാ വാരാഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ മുരളീകൃഷ്ണൻ പുസ്തകങ്ങളും വായനയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പിൽ സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന മിനി ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. കുട്ടികൾ അപകടം കൂടാതെ രക്ഷപ്പെട്ടു. വട്ടേക്കാട് PKMH സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.